ഇതെന്താ മക്കളെ? ടോഫു എന്ന് പറയും. അല്ലേ, നീ കൃഷ്ണന്റെ ബാക്കിൽ നിന്നാണ് കൈനീട്ടം വാങ്ങണേ. നീ ഫ്രണ്ടിലോട്ട് വാ. വരാലോ. പിന്നീശ്വര, എല്ലാ സൗഭാഗ്യങ്ങളും അവൾക്കുണ്ടാവണേ. ഈശ്വര എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. പിന്നെ ഒരു കാര്യം മക്കളെ, നീ മാളുവിനെ ഈ വിഷുവായിട്ട് പറഞ്ഞു വിട്ടത് അത്ര ശരിയായില്ല. അതിനിപ്പോ എന്താ അമ്മായി, കളരിക്ക് അങ്ങനെ ഡേറ്റ് ഒന്നും ഇല്ല അമ്മായി. വിഷുവിനൊക്കെ ദേ നമ്മുടെ ഈ കൃഷ്ണൻകുട്ടനും അമ്മായിയുടെയും ഒക്കെ അനുഗ്രഹം നമ്മുടെ മാളൂനുണ്ടാവും. പിന്നെ എന്തി അതെപ്പോഴും ഉണ്ടാവും. അപ്പൊ അതോർത്ത് അമ്മായി വിഷമിക്കണ്ട. എന്നാലും ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയില്ലേ, അപ്പൊ രണ്ട് വഴക്കൊക്കെ തരണ്ടേ നിങ്ങക്ക്. ഇനി അമ്മായിക്ക് എന്റെ കൈ നീട്ടം. ഓക്കെ. വിഷു നമുക്ക് അടിച്ച് പൊളിക്കാം. പിന്നെ ഇന്ന് വേറൊരു സന്തോഷം കൂടിയുണ്ട്. എന്താണ്? ഇന്ന് അമ്മായിക്ക് ഇഷ്ടമുള്ളത് പോലെ വെജിറ്റേറിയനാ. അതെനിക്ക് സന്തോഷം. ഒന്നാമത്തെ കാര്യം ആളുമില്ല, പിന്നെ നമ്മുടെ വിരുന്നുകാരിൽ ഒരാള് വെജിറ്റേറിയൻ. അപ്പൊ എനിക്കൊപ്പം കൂടും, എന്റെ അമ്മായിക്കൊപ്പം കൂടും. Come on. ഇതെന്താ മക്കളെ? ഇതാണോ പനീറാണോ? പനീറല്ല. പിന്നെ ഇത് പനീറല്ല. ഇതെന്താ? ഇത് ടോഫു എന്ന് പറയും. ടോഫു കഴിച്ചിട്ടില്ല? എനിക്കിപ്പോ കണ്ടപ്പോ ഇത് സള്ളേറ്റ് ഇട്ട സോപ്പ് പോലെ ഇരിക്കുന്നു. ശരിയാലേ. പക്ഷെ ഇതിന്റെ പേരാണ് ടോഫു. പനീർ പോലെ ഇരിക്കും, പക്ഷെ മുറിക്കണ്ടേ? ഏത്? അത് അങ്ങനെ തന്നെ ഇടും. അതങ്ങനെ തന്നെ. നമ്മളിന്ന് 2 പരിപാടി ചെയ്യാന്ന് വിചാരിച്ചു. ഇതില്ല, ഒന്ന് കറി, ഒന്ന് ഫ്രൈ. അമ്മായി അടുപ്പൊന്ന് കത്തിക്കോ നന്നായിട്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ പരിപാടി തുടങ്ങായിരുന്നു. കറിക്കുള്ള കട്ടയുടെ പനീറാകുമ്പോൾ എടുത്ത് വായിലും കിടാം. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഒരു ടേസ്റ്റില്ല. സോയാബീൻ അരച്ച് പാലാക്കി അത് കുറുക്കി വഴറ്റി അത് അതിന്റെ വെള്ളം ഊറ്റിയെടുത്ത് കട്ടയാക്കി തരുന്ന സാധനമാണ്. ഇതിന്റെ വെള്ളമാണ്. ആ വെള്ളം നമുക്ക് വേണ്ട. കഴിഞ്ഞല്ലേ? ഒരെണ്ണം കൂടി ഉള്ളൂ അല്ലേ? 2 എണ്ണം. സവാള ഓക്കെ ഓക്കെ. മുളക് പൊടി മൂത്താ? മൂത്ത് ഇട്ടോളൂ.
തുണി എടുത്തിട്ട് വരാവേ. അമ്മായി അമ്മായി ഒരു കാര്യം ചെയ്യണം, ഇത് തണുക്കാൻ കൊണ്ടുവച്ചോ, ഞാൻ അരച്ചോളാം. ശരി, ഓക്കെ. അരച്ച് നല്ല പേസ്റ്റ് ആക്കണം. കൊണ്ടുപോട്ടോ. കൊണ്ടുപോ, സ്നാക്സ് കഴിക്കുന്ന സ്ഥലത്തേക്ക് വാട്ടോ. അമ്മ എന്തിനാ ഇന്ന് ചായ എടുത്തേ? എന്റെ തൊണ്ട ഉണങ്ങിയിരിക്കണം. സാധാരണ നമ്മൾ ചായയല്ലല്ലോ ആദ്യം കുടിക്കാറ്. ചൂടല്ലേ എന്നും പറഞ്ഞ് ഞാൻ കുടിക്കണതിന് മുമ്പ് നീ കുടിച്ചതാ. ഞാനിന്ന് ചായ എടുത്ത എന്തിനാന്നറിയോ? ആദ്യം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചായയുടെ മധുരം പോകും, അതുകൊണ്ട് ചായ കുടിച്ചത് ആദ്യം. അങ്ങനെ ഞാൻ അതിനാ ചായ എടുത്തത്. അമ്മ എന്തിനാ ആദ്യമേ ചായ കൊണ്ടെടുത്ത? എനിക്ക് ചായ വേണം. എന്ത് ചട്ടിപ്പത്തിരിയാ? അത് ഈന്തപ്പഴം അരച്ചു വെച്ചിരിക്കണ നമ്മുടെ ഇതില്ല അമ്മായി, അട പോലില്ലേ? അതൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയാണ്. ഇലയട, കൊഴുക്കട്ട, അവന്റെ തുറു വെച്ച എന്തോന്ന് തുറു അതിനകത്ത് ശർക്കര തേങ്ങയൊക്കെ വെച്ച ആ കൊഴുക്കട്ടല്ലേ? ആ കൊഴുക്കട്ടെ പറഞ്ഞതാ, വേറെന്തോ ഭാഷ പറഞ്ഞല്ലേ? തുറുവാ? അമ്മായി ഞാൻ കേട്ടത് വേറെയാ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാതൊന്നുമില്ല. കഴിച്ചോ? ആ വെള്ളം കളഞ്ഞിട്ട് നല്ല വെള്ളം എടുത്തരോ. എപ്പോ എടുത്തു തന്നേട്ടാ? ഒരുപാട് വേണ്ട അമ്മായി, പകുതി മതി. ഇതിലേക്ക് ഒഴിച്ചോ. വെള്ളം കുറച്ച് കൂടുതൽ വേണേ. ഒഴിക്കട്ടാ? ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. മതിയാകുമ്പം പറയണേ. പറയാം. വെള്ളം വേണം, വെള്ളം വേണം. ഒരുപാടൊന്നും വേണ്ട. വേണം വേണം. നമ്മള് അണ്ടിപ്പരിപ്പ് അരച്ചിട്ടുണ്ടല്ലോ, അപ്പൊ കുറുകി പോവും. ആഹാ, സെറ്റ്. ഇനി ആ ടോഫ് എടുത്തിട്ടോ അമ്മായി. തെറിക്കും, സാരിയിൽ തെറിക്കും. കമ്പത്തിക്കോ? എന്തോ വീണ്. സാരിയിൽ വീഴാൻ വേണ്ടിയിട്ടതല്ല. മനസ്സിലായി. ഇതിന്ന് ഇളവി വീഴുന്ന വെള്ളമാണോ ഇതൊക്കെ? അതാണ് ഞാൻ വെള്ളം വേണ്ടാന്ന് പറഞ്ഞത്. കാരണം ഇതിന് വെള്ളം ഇറങ്ങും ചിലപ്പോ. എനിക്കറിയില്ല അമ്മായി, ഞാൻ ആദ്യമായിട്ടാണ് ടോഫ് ഉണ്ടാക്കണത്. കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു കാര്യം, നമുക്ക് എന്നും ഇത് തന്നെ വെച്ചാ പോരെ? ഞാൻ സൂപ്പറാ കഴിക്കുകയും ചെയ്യും. ഇനി ശ്യാമളാമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ചു നേരം പോയി റെസ്റ്റ് എടുത്തോ. ഞാൻ ഇതിപ്പോ ഉണ്ടാക്കി തേങ്ങാപ്പാലല്ലോ. എപ്പോഴും വെള്ള കളറിൽ കണ്ട അപ്പൊ തേങ്ങാപ്പാൽ അങ്ങനെ പറയും. ഇത് ഫ്രഷ് ക്രീം, ഇത് ഒഴിച്ച് മല്ലിച്ചീര ഒന്ന് വെതറി 5-6 കറുത്ത എള്ളും കൂടി ഇട്ടാ എന്റെ പരിപാടി കഴിഞ്ഞു. ഇതൊന്ന് തിളച്ചിട്ട് തിളക്കണ്ടേ? തിളക്കണം. ഇതൊന്ന് തിളച്ചിട്ട് ഞാൻ വന്നോളാം. അമ്മായി കുറച്ചു നേരം പോയി റെസ്റ്റ് എടുത്തോ. പോട്ടെ. ഓക്കെ. ഇത് അടുത്തത് ഫ്രൈ ചെയ്യുമ്പോ വരണം. വരാം വരാം.
കൈ സൂചിച്ചോ? കറക്റ്റ് 2 ട്രിപ്പിനേ ഉള്ളൂ. പോരെ ശ്യാമളാമ്മേ? മതി. അമ്മായി തീ നിർത്തരുതേ, കത്തിച്ചോടെ. ഇല്ല, ഇത് മാറ്റി ഇത് ഇടണ്ടേ? അത് മൊരിഞ്ഞിട്ടിടാ, കുറച്ചുകൂടെ മൂത്തിട്ടെടുത്തപ്പോരെ. എല്ലാം ഇയാൾ തന്നെയാണല്ലോ പറയണേ. സൂപ്പർ, അടിപൊളി അടിപൊളി. റസ്ക് പോലെ ഉണ്ടല്ലേ. ഇത്രയും തന്നെ ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് അമ്മായി എങ്ങനെ താഴെ പോകാണ്ട് എടുത്തു? ഞാനും അതും കൂടെ ഒരു സർക്കസ് ഒക്കെ നടത്തി. അത് കൊണ്ടേ, ഇനി കൊണ്ടേ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഭയങ്കര ബുദ്ധിയല്ലേ. ഇത് മൊരിയുകയും ചെയ്യും, എന്റെ ഇവിടുത്തെ പണി നടക്കുകയും ചെയ്യും. അതാണ്. കണ്ടു. ശ്യാമളമ്മ ഓരോന്നായിട്ട് അടുക്കിട്ടോ. ഹലോ, ഇവിടെ ഇവിടെ. ഇവിടെയായിരുന്നു. വെൽക്കം വെൽക്കം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. സുഖം. സുഖായിരിക്കുന്നോ? അയ്യോ, സുഖായിട്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ വിഭവം? എന്താണ്? അതെന്താന്ന് വെച്ചാൽ ചേട്ടൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇന്ന് വെജാണ്. സാധാരണ അറിയാലോ നിനക്ക്, ഞാൻ നോണിന്റെ ആളാണെന്നുള്ളത്. മനസ്സുകൊണ്ട് ചീത്ത വിളിക്കുന്നുണ്ട്. നീയും വെജ് കഴിച്ചാൽ മതി. മനസ്സുകൊണ്ട് ചീത്ത വിളിക്കണ്ടോ? ഇന്ന് ഞാനും വെജ് കഴിക്കണം. വെജ് കഴിക്കണം. ഞാൻ നിങ്ങളുടെ ചിക്കന്റെ കാലൊക്കെ പ്രതീക്ഷിച്ചു. നടക്കില്ല. ഇന്ന് ചേട്ടന് വേണ്ടിയാ സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുക. നിങ്ങൾ ഈ കൊതിപ്പിച്ചിട്ട് ഞണ്ടിന്റെ കാലും ചിക്കന്റെ കാലും ഒക്കെ കഴിച്ചു ഈ കൊതിപ്പിക്കല്ലാണ്ട് ഞാൻ സത്യം പറഞ്ഞ പ്രതീക്ഷിച്ചു. നീ വന്നപ്പോ നിനക്ക് നല്ല ചെമ്മീൻ കറി ഉണ്ടാക്കി തന്നല്ലോ ഓണത്തിന് വന്നപ്പോ. ഇന്ന് ഞാൻ ചേട്ടന് വേണ്ടിട്ട് ഉണ്ടാക്കിയിരിക്കണം. ഇതിപ്പോ നേരത്തെ കോവയ്ക്കാച്ചാറിന്റെ വൈറൽ വീഡിയോ കണ്ടിട്ട് അതിന്റെ റെസിപ്പിയും കൊണ്ട് പോവാന്നുള്ളൊരു വഴിയിൽ വന്നിരിക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് അത് എന്തായാലും ഉണ്ടാക്കി തരണം. കാരണം ഈ കൊതിപ്പിച്ചാൽ മാത്രം പോരല്ല, നമ്മളും അതൊക്കെ അറിയണ്ടേ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ടോഫു. ഞാൻ പോന്നെ അറിയാലേ. സോയാബീൻ എന്ന് പറയുന്ന ഇതിൽ നിന്ന് നമ്മള് പാലെടുത്തിട്ട് അതിൽ പനീർ ഉണ്ടാക്കിയാൽ അതിന്റെ പേര് ടോഫു. ഇങ്ങനെയുള്ളതിന്റെ പേര് സിൽക്കൻ ടോഫു. ഞാനിപ്പോ ചോദിച്ചേ ബ്രെഡ് എന്താ കാപ്പിപ്പൊടിയിൽ ഇട്ട് വെച്ചേക്കുന്നത്? അപ്പൊ ടോഫു അങ്ങനെ സമയല്ലേ. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കിയതില് വലിയ സ്പെഷ്യൽ ആയിട്ട്
തോന്നത്തൊന്നുമില്ല ചേട്ടൻ എല്ലാം അറിയാലോ. പറഞ്ഞല്ലോ തുറക്കുമ്പോൾ തന്നെ സംഭവം പറഞ്ഞു. നമ്മളിപ്പോ കുറേ കാലം നമ്മൾ സാമ്പാർ കഴിച്ചിട്ടുണ്ടാവും. എന്നാലും വീട്ടിൽ പോകുമ്പോൾ അമ്മയുടെ ഉണ്ടാക്കുന്ന സാമ്പാറും ഇഡ്ഡലിയും കഴിക്കുമ്പോൾ നമുക്ക് ഒരു രുചിയും ഉണ്ടാവും. അതെ, സത്യം. അപ്പോൾ അത് നമ്മൾ സ്പെഷ്യൽ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ കഴിക്കുന്നു, ആരുടെ കൂടെ കഴിക്കുന്നു എന്നുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് സ്പെഷ്യൽ തന്നെയാണ്. ആണോ? താങ്ക് യു. നീ കഴിച്ചിട്ട് പറയാം. ബാക്കിയെല്ലാം നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വെച്ച് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാനും സിൽക്കൻ ടോഫുവിൽ പറ്റും. ഇതൊന്നും ഞാൻ എന്നോട് പറയുന്നത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ കേട്ടില്ല. പക്ഷെ ഇതൊക്കെ നീ ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതെനിക്ക് അറിയണ്ടേ. ഇതായിപ്പോ തന്നെ ബ്രെഡ് കാപ്പിപ്പൊടിയിൽ ഇട്ട് വെച്ചേക്കുന്നു. ഹൈദരാബാദ് പോയപ്പോ റാഗി മുദ്ദ കഴിച്ചു. അപ്പൊ നമ്മൾ റാഗി മുദ്ദ കഴിക്കാറില്ല. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞപ്പം അവിടെ പോൽസാമ്പലും അങ്ങനത്തെ ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഓ ഇങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് വർഷമായിട്ട് അറിഞ്ഞു വരുന്നല്ലോ ഇത് സിൽക്കൻ ടോഫു ഒക്കെ കുറച്ച് ഫാർ ഈസ്റ്റേൺ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോരോ വെറൈറ്റി ഫുഡ്. അപ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടല്ലേ. നോൺ ഒന്നും കഴിക്കില്ല ചേട്ടൻ? ഇല്ല, ഒന്നും കഴിക്കത്തില്ല. എഗ്ഗ് കഴിക്കും. നോൺ വെജ് കഴിക്കില്ല. നോൺ വെജ് കുക്ക് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. കുക്ക് ചെയ്യും. കുക്ക് ചെയ്ത് തരും. അപ്പൊ ഉപ്പൊക്കെ അമ്മൂമ്മയുടെ ട്രെയിനിങ് ആണ്. ഞാനൊരു 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ അമ്മ ഇതേപോലെ വിറകടുപ്പിൽ അമ്മൂമ്മ സ്വീറ്റ്സും പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടെ നിന്ന് പഠിച്ചു തുടങ്ങിയതാണ്. പിന്നെ അടുത്ത ഗുരു അമ്മയാണ്. അപ്പൊ പിന്നെ ബാക്കി ആരൊക്കെ ഏതൊക്കെ ഷെഫ് ഉണ്ടോ അങ്ങനെ. പക്ഷെ അമ്മൂമ്മ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ചേരുവ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ മണം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ചേർത്ത ചേരുവ ശരിയാണെന്നുണ്ടെങ്കിൽ മണം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ടോഫു ആണെന്നുള്ളത് ആദ്യം ആ ടോഫുല് ആ പൊളിയും എള്ളിൻ്റെയും മണം വന്നപ്പോഴാണ് നമ്മളത് അറിയുന്നത്. അപ്പോൾ ഉപ്പ് കറക്റ്റാണ്. ആണോ? സമാധാനം. അയ്യോ, ഇങ്ങനെയൊക്കെയുള്ള കഴിവൊന്നും എനിക്കില്ല കേട്ടോ. അല്ല, അത് കഴിവിലല്ല. നമ്മളത് പാചകം ചെയ്ത് വരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നതായിട്ട് നമ്മുടേതായിട്ടുള്ള ചില സീക്രട്സ് ഉണ്ടാവും. അപ്പം അങ്ങനെ അമ്മൂമ്മ പഠിപ്പിച്ചു തന്നൊരു കാര്യം അതിപ്പോൾ കാലങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ കറിക്ക് ഇതാണ് സ്മെല്ലെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് കറക്റ്റാണെന്നറിയും. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെന്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ടേസ്റ്റ് വേറെ ആയിരിക്കും. വെന്ത് കഴിഞ്ഞാൽ വേറെ ആയിരിക്കും, കരിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം അത് മൂന്ന് തരത്തിലാണെന്നുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം മൊത്തം സോസ് സോസിലുള്ളതുകൊണ്ട് ഡാർക്ക് സോയയുടെ സ്മെല്ലാണ് ഇപ്പൊ കിട്ടുന്നത്. അങ്ങനെയാണ്. അടിപൊളി. ഇതൊന്നും ഈ കഴിവൊന്നും നിനക്ക് കിട്ടാത്തെന്താ? നീ മറ്റേ കൂട്ടുകറി എങ്ങനെയാ വെക്കുക, സാമ്പാർ എങ്ങനെയാ വെക്കുക, മീൻ എങ്ങനെയാ വെക്കുക, ചിക്കൻ എങ്ങനെയാ വെക്കുക വെച്ചാൽ പറഞ്ഞുതരും. ഇതൊന്നും എനിക്കറിയില്ല. അല്ല, കോവക്ക ഇവിടെ എന്റെ മോളെ തരാം, ഞാൻ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുക. അല്ല, എന്നാലും അതിനകത്ത് എന്തൊക്കെ ചേർത്ത് സംഭവം? നമ്മള് ആദ്യം ചൂടുവെള്ളം തിളപ്പിച്ച് ആറ്റി വെക്കുക. അങ്ങനെയാണല്ലോ നമ്മള് പിക്കിൾ ഉണ്ടാക്കുമ്പോ ചെയ്യുന്നത്. ആറ്റി വെക്കുക, അതിലേക്ക് വിനിഗർ, ഉപ്പ്, പഞ്ചസാര, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പഞ്ചസാര ഇടുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ അമ്മായി എല്ലാം സെറ്റ് ചെയ്ത് അവിടെ ഇരുത്തിക്കോ, ഞാൻ അപ്പോഴേക്ക് ഇതെല്ലാം എടുത്തിട്ട് വരാം. ഓക്കെ, സുന്ദരിയായിട്ടുണ്ട്. കൊതിപ്പിക്കല്ലേ. അപ്പൊ എല്ലായിടത്തും വിഷുവില് സദ്യയാണ്. നമുക്ക് ഒരു വെറൈറ്റി ചപ്പാത്തി ഇട്ട് കൊടുക്കണം. എല്ലാവരും ഡയറ്റിംഗ് വിഷു. അതെ, എനിക്ക് ഡയറ്റിംഗ് ഇല്ല. അപ്പൊ കൂടുതൽ എനിക്കും ഇല്ലല്ലോ. ചിക്കനും മട്ടനും ഞണ്ടിന്റെ കാലും അല്ലെങ്കിൽ എനിക്ക് പൊതുവെ പേരുണ്ട്, ആക്രാന്തം പിടിച്ച തിന്നലെന്നൊക്കെ പറഞ്ഞിട്ട്. ഇട്ട് കൊടുക്ക. ഞാൻ അവിടെ വരത്തില്ല. വീട്ടിൽ പറഞ്ഞതായിരിക്കും, നമ്മളെ പറഞ്ഞിട്ടില്ലേ. നല്ല സ്ക്വയറിൽ അല്ല, നമ്മള് കളറും അതിന്റെ മേലുള്ള ക്രീമും അതിങ്ങനെ താഴോട്ട് പോകുന്ന കാണുമ്പോ തൃക്കാക്കരയപ്പനെ ഓർമ്മ വരുന്നു. തൃക്കാക്കരയപ്പന്റെ മേളില് അരിമാവ് ഒഴിച്ച് ശരിയാ. കഴിഞ്ഞ ദിവസം റോഡിലെ കുഴി കണ്ടിട്ട് പറയായിരുന്നു, ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ മാവേലി നേരത്തെ വരും, പാതാളം വരെ എത്തി കുഴി. പാല് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് സോയാ മിൽക്ക് വരുന്നത്. അതേപോലെ പനീർ കഴിക്കാൻ പറ്റാത്തവർക്ക്
ടോഫു കഴിക്കാം. അലർജി ഉണ്ടാവില്ല, കാരണം ഇത് വെജിറ്റബിൾ ബേസ്ഡ് ആണ്, വേഗൻ ആണ്, ശരിക്കും പനീറിനെക്കാളും ഹെൽത്തി അല്ലേ ഇത്? ഹെൽത്തിയാണ്. പൊതുവേ ഒരു നോർത്ത് ഇന്ത്യൻ കുക്കിംഗ് സ്റ്റൈലിൽ നമ്മളിപ്പോൾ ഗ്രേവി കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കസൂരി മേഥി ആഡ് ചെയ്യുന്നതാണ് ആ ഫ്ലേവർ വരുന്നത്. അത് കസൂരി മേഥിൻ്റെ ടേസ്റ്റാണ്. ഇത് മുന്നേ അറിയായിരുന്നു നിനക്ക് ഉണ്ടാക്കാനൊക്കെ? എനിക്ക് പണ്ടേ കൊച്ചിലെ കുക്കിംഗ് ഭയങ്കര ക്രേസാ. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ഒന്നും അറിയില്ല കേട്ടോ. എന്താ കേട്ടോ ഇങ്ങനെ ഇപ്പൊ ഭാര്യ? കഴിച്ചു നോക്കാം. ഞങ്ങൾ ശ്രീലങ്കയിൽ പോയ സമയത്ത് അവിടുത്തെ ഫുഡ് കഴിച്ചപ്പം ആ ഒരു വെറൈറ്റി അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഹൈദരാബാദിൽ പോയപ്പം മുഗളായി ഡിഷസ് കഴിച്ചപ്പം അത് വേറൊരു ഫ്ലേവർ. അപ്പൊ ഇങ്ങനെ രുചിച്ചു വരുന്നു. നിനക്ക് ഇഷ്ടമാണോ ട്രാവലിംഗ്? ഇഷ്ടമാണോ നിനക്ക്? ഞാൻ പണ്ട് വിചാരിക്കും ട്രെയിനിൽ കയറണം, എന്നിട്ട് ഒരേ യാത്ര ചെയ്യണം, എന്നിട്ട് ആ അറ്റം വരെ എത്തിയിട്ട് വീണ്ടും അതേപോലെ ഇങ്ങോട്ട് വരണം. ഇപ്പൊ എന്താണ് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു വരുന്നുണ്ട്. ഫ്ലൈറ്റിൽ പോയി ഒരുപാട് സ്ഥലങ്ങൾ പോയി, അങ്ങനെ ആഗ്രഹിച്ചതിനും അപ്പുറം സാധിച്ചുകൊണ്ട് വരുന്നു അല്ലേ? ജീവിതം ഒന്നല്ലേ ഉള്ളൂ അല്ലേ? അതെ. ഇഷ്ടപ്പെട്ടോ? എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഓ അല്ല, ഞാൻ പറഞ്ഞു ഇനി എന്നത് മതിയെന്നു. ഇനി എന്നും ഇത് മതിയെന്ന് നോക്കാൻ കൊടുത്തപ്പോഴേ അതെടുത്തില്ല. എന്റെ കാപ്പിപ്പൊടി ഇത് കുറച്ചു കാലം മുന്നേ വരെ നമ്മൾ കേരളത്തിലുള്ളവർ സ്റ്റാലിയൻ യൂസ് ചെയ്യില്ല. സ്റ്റാലിയൻ ഗ്രീൻ അണിയൻ, ഈ ഉള്ളിത്തണ്ട് യൂസ് ചെയ്യാറില്ലായിരുന്നു. ചൈനീസ് ഫുഡിന്റെ ഒരു വരവിന് ശേഷമാണ് നമ്മൾ സ്റ്റാലിയൻ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ കഴിച്ചു തുടങ്ങിയത്. കേരളത്തില് ഇപ്പോ അമ്മായിയോട് ചോദിക്കുകയാണെങ്കിൽ അമ്മായിയുടെ കാലത്തില് അസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഇല കൊണ്ടുണ്ടാക്കുന്ന, ചേമ്പല കൊണ്ട് കറി ഉണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ആർക്കും അറിയില്ല. അപ്പൊ ആ ഒരു ഏജ് മാറി, കഴിക്കുന്ന രീതികൾ മാറി, സാധനങ്ങൾ മാറി. ചെറിയ ടൊമാറ്റോ നമുക്കിവിടെ നാടൻ തക്കാളി മാത്രമേ ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ ടൊമാറ്റോ പോലും വരില്ല. അത് മാറി ഇപ്പൊ ചെറിയ ടൊമാറ്റോ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി. ഇതിൽ നിന്ന് പല കളറുണ്ട്, മഞ്ഞയൊക്കെ, ഓരോന്നിനും ഓരോ ഫ്ലേവറാണ്. ഇത് പാസ്റ്റയിലൊക്കെ യൂസ് ചെയ്യും. കേട്ട് മനസ്സിലാക്കുന്നു ഞാനും. മുട്ട നോൺ വെജ് ആണോ വെജാണോ? മുട്ട അടയിരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ജീവൻ വരും. അതുവരെ വെറും പ്രോട്ടീനും ആൽബമിനും മാത്രമാണ്. അടയിരുന്ന് കഴിഞ്ഞാൽ നമ്മളതിനെ ചീമുട്ട എന്ന് പറയാം, കാരണം അതിനകത്ത് ജീവൻ വന്നു തുടങ്ങി. അത് കഴിക്കുന്നത് ഫിലിപ്പിനോകൾ കഴിക്കും. അവരുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ അകത്ത് കോഴി ഉണ്ടായി തുടങ്ങിയ മുട്ട അതിന്റെ ടോപ്പ് തട്ടിക്കളഞ്ഞിട്ട് അതിനകത്ത് കുരുമുളക് ഇട്ട് അങ്ങനെ തന്നെ കഴിക്കും. ഇതിഷ്ടായോ? കുറച്ചും കൂടി മറ്റേതാ ഇഷ്ടായോ? ചേട്ടനോ? അതിഷ്ടായി. എനിക്കും ഇതാ ഇഷ്ടായത്. ഏത്? കഴിച്ചു കഴിഞ്ഞാലോ? കഴിച്ചു കഴിഞ്ഞാലോ? കഴിച്ചു കഴിഞ്ഞു. ഇനി നീ ആഗ്രഹിച്ച സാധനം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാണെങ്കിലും ഏട്ടൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. വായിന്ന് വെള്ളം വരണ നോക്ക്.
എന്റെ നോക്ക് വിനിഗറാണ്. ഇതിന്റെ റെസിപ്പി ചോദിച്ചു ഞാൻ ഇവിടെ എത്തിയത് കണ്ടാ. ഞാനായിട്ട് എന്തൊക്കെ ഓർക്കുന്ന കേട്ടോ. ഇതെന്താ ഓ പണ്ടത്തെ ആ പാക്കറ്റ് അച്ചാറില്ലേ, അതിങ്ങനെ ആ കവറോട് കൂടി ഇരിക്കണേ. ഓ പച്ചമുളകൊന്നും കൂടെ ഒന്ന് കടിച്ചു നോക്കി. സൂപ്പർ. പച്ചമുളക് എന്റെ പൊന്നുമക്കളെ അന്യായം എന്നൊക്കെ പറഞ്ഞ സൂപ്പർ കേട്ടോ. നമ്മൾ ഇവിടെ കിട്ടുന്ന നാടൻ കോവയ്ക്ക, ഇതിൽ മുള്ളുള്ള ഒരു ഗർക്കിൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അത് ഉപ്പിലിട്ടാണ് വെസ്റ്റേണേഴ്സ് കഴിക്കുന്നത്. ആണല്ലേ? പണ്ട് ദുബായിൽ കഴിച്ച അതിന്റെ ഓർമ്മ. ഇടു. താങ്ക് യു. എങ്ങനെ എന്റെ കണ്ണിലേക്ക് എത്തി കോവക്ക. അത് കൊള്ളാം. സൂപ്പർ. പാക്കാക്കിക്കോ ഉണ്ടോ? ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ വഴിയിൽ എവിടെ ചെറിയ കടയിൽ ഉപ്പിലിട്ടത് കണ്ടു കഴിഞ്ഞാലും അപ്പം നിർത്തും. പച്ചമാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്, മറ്റേ വേറെ ഏത് കാര്യം എല്ലാം പാക്കറ്റ് കണക്കിന് വാങ്ങിച്ചു. ശരിക്കും മറ്റേ പാക്കറ്റില് ഓർമ്മയുണ്ടോ? തവറിനകത്ത് 50 പൈസേന്റെ 25 പൈസ ഉണ്ടായിരുന്നല്ലോ അന്ന്. അതിന്റെ നീരൊക്കെ കുടിച്ച് അതിപ്പോ അത് ചവച്ച് നഷ്ടു. പണ്ട് കോവക്കല്ല നഷ്ടു. ഞങ്ങള് കഴിച്ചു കൊടുത്തിരിക്കുന്ന പറഞ്ഞാണ് തൊടാത്തത്. താങ്ക് യു. പാക്കാക്ക്.